ഹലോ ഗായ്സ്, ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ന്യൂസിലൻഡ് ആണ്. കാലത്ത് നമ്മൾ പാലൊക്കെ മേടിക്കാനായിട്ട് പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ് നടക്കാനായിട്ട്. അവരുടെ ഫ്രണ്ടിലുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തണുപ്പെന്ന് പറയാനായിട്ടില്ല, നമുക്ക് ബെയറബിൾ ആയിട്ടുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ. അമ്മ ഫ്ലൈറ്റിൽ വന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. നടന്നോ? നല്ല ക്ലൈമറ്റ് ആട്ടോ ഇന്നത്തെ ദിവസം. ന്യൂസിലാൻഡിൽ വന്നിട്ട് കുറച്ചധികം ദിവസമായിരുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു 14-15 ദിവസമായിട്ട് ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയത്. ഇത് ന്യൂസിലാൻഡിൽ വന്നതിൻ്റെ സെക്കൻഡ് ഡേ എടുത്തൊരു വീഡിയോ ആണ്. ക്ഷമിക്കുക, എന്നോട് വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ്, പിറ്റേ ദിവസമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ളൊരു പാർക്കിലോട്ട് നടക്കാൻ പോകുന്നതാണ് നമ്മൾ. എനിക്ക് പണ്ടൊക്കെയുള്ളൊരു ഡൗട്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക ഈ ന്യൂസിലാൻഡിലത്തെ അല്ലെങ്കിൽ ഇങ്ങനെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ വീടുകൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള വീടുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക മുകളിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചിരിക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ വീടുകളിലെ പോലെ സ്ക്വയർ ഷേപ്പിൽ എന്തുകൊണ്ട് വെക്കുന്നില്ല എന്നുള്ളത് എനിക്കൊരു പണ്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. ഇവിടെ നിന്നല്ല, ഇവിടെ അത്ര പ്രശ്നം ഉണ്ടാകുന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ മഞ്ഞൊക്കെ വീഴുന്ന സമയങ്ങളിൽ സ്ക്വയർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മഞ്ഞ് ഇതൊരു കാറിൽ ഒരു അപ്പപ്പര് നോക്കിയിട്ട് സ്ലോ ഡൗൺ ചെയ്തിട്ട് പോയിട്ടോ, നോക്കി ചിരിച്ചിട്ട്. അപ്പോൾ മഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത് പോവില്ലല്ലോ നമ്മുടെ അവിടുത്തെ പോലെ. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ആ മഞ്ഞൊക്കെ പെട്ടെന്നായിട്ട് പൊക്കോളും. ഓക്കെ, തണുപ്പിന് വരുന്നവിടെ നല്ല വെയിലാട്ടോ, തണുക്കുന്നേ ഇല്ല, നല്ല വെയിലാണ്. നമ്മളിപ്പോൾ നടക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു നിയാബായ്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കാൻ വേണ്ടി പോവാണ്. നല്ല വെയിലുള്ള ദിവസമാണ്, നല്ല രസം. നല്ല രസമുണ്ടല്ലോ ഇവിടുത്തെ സിഗ്നൽസും റോഡ്സൊക്കെ കാണാൻ. എന്ത് നീറ്റാണ്, നമ്മുടെ നാട്ടിലെ റോഡ് എങ്ങാനായിരിക്കണം. ഇവിടെ ഒരു പട്ടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്താ അനുസരണയോടെയാണ് ഇവിടുത്തെ സിഗ്നലിൽ ആൾക്കാർ നിക്കണേ നോക്ക്. എന്തായിട്ട് നടക്കണമ്മ ഞാൻ കിവി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ ഇട്ട് വന്നിരുന്നൊരു ജാക്കറ്റ് ഊരി കളഞ്ഞു. അത് കണ്ടിട്ട് എൻ്റെ അമ്മ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിവി വന്നു ഞാൻ കിവി. നമുക്ക് നടക്കാനായിട്ടുള്ള സാധനമാണ് കേട്ടോ അത്. സിഗ്നലിൽ വണ്ടികൾ നിർത്തി തന്നിരിക്കുന്നു ഗൈസ്. മേ ബി നിങ്ങൾ ചിലരൊക്കെ ഇങ്ങനത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഐ എം സോ എക്സൈറ്റഡ്. അമ്മ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ന്യൂസിലൻഡ് വന്നിട്ട് എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? എന്താ ഫീൽ ചെയ്യുന്നത്? നാടും ന്യൂസിലൻഡും തമ്മിൽ എന്താണ് ഒരു ഇത് ഫീൽ ചെയ്യുന്നത്? ഭയങ്കരമായിട്ട് എന്ത് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഇല്ല, ഓക്കെ, നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്നില്ല. ഇവിടുത്തെ ആൾക്കാർ കേക്കണ്ട അല്ലേ ഫീ അല്ലേ? നല്ല കാറ്റ്. എടി അമ്മ പറയണ അമ്മയ്ക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകണ്ടെന്ന്. എന്താ നിന്റെ അഭിപ്രായത്തിനെ കുറിച്ചിട്ട്? എനിക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു പോകണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജോലി നോക്കണം, അല്ലാണ്ട് കണ്ട് തെണ്ടി നടക്കല്ലേ വേണ്ടത്. ഒരു കുട്ടി ലേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂടി? ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാന്നാണ് പറയുന്നത്. എൻ്റെ കൂടെ എപ്പി ഉണ്ടാ, നല്ല റോഡ്. എപ്പി ഉണ്ട്. എപ്പി ആർ യു എക്സൈറ്റഡ്? എപ്പി എക്സൈറ്റഡ് ആണോ?
ഇന്നലെ നമ്മൾ എവിടേക്കും പുറത്തോട്ടൊന്നും ഇറങ്ങില്ല കേട്ടോ. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട്, സെക്കൻഡ് ഡേ ആണ്. പക്ഷെ ഇന്നലെ നമ്മൾ എവിടേക്കും അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. വന്നു, എനിക്ക് പ്രത്യേകിച്ച് ജെറ്റ് ലാഗ് ഉണ്ടെന്ന് പറയാനൊന്നും പറ്റുന്നില്ല. ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ കണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, ജെറ്റ് ലാഗും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കേ വരുന്നുണ്ടായിരുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ആകെ കൂടി കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. അതായത് നമ്മൾ പോയി വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. ഞാൻ എണീറ്റിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇന്നലെ പകല് നമ്മൾ എവിടേക്കും പോയില്ല. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ നമ്മൾ ചേട്ടനും ഫാമിലിയും ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടൻ്റെ പപ്പയും അമ്മയും ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അവരുടെ വീട്ടിലോട്ടൊന്ന് പോയായിരുന്നു. പിന്നെ അവിടെ പോയി ഫുഡൊക്കെ അടിച്ച് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഈ കാണാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു കൊണ്ടുവന്ന അതിലേക്ക് അടച്ചിട്ട് പറഞ്ഞിട്ട് തിരിച്ച് നടന്നു പോണു ദുഷ്ടത്തി. എന്നാലും അടച്ചിട്ട് സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറഞ്ഞു വന്നേ, അപ്പോൾ നമ്മൾ ഇന്നലെ വേറെ എങ്ങോട്ടും പോയൊന്നുമില്ല. നമ്മൾ ആകെ പോയതെന്ന് പറയുന്നത് അവിടെ മാത്രം നമ്മൾ പോയുള്ളൂ ഇന്നലെ. എന്നിട്ട് തിരിച്ചേക്കും വീട്ടിലോട്ട് വന്നു. എന്നിട്ട് കിടന്നുറങ്ങി. ഞാൻ ഇന്നലെ ഇവിടുത്തെ ടൈം അറൗണ്ട് ഒരു എത്ര മണിയാ, 11:30 ആ ഒരു ടൈമൊക്കെ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. കാലത്ത് ഒരു 6:30 മാക്സിമം അതിനുള്ളിൽ എണീറ്റു. ഇപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് ഒരു 1 o'clock 1:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു വെതർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അവർ കുറച്ചധികം ഫ്രണ്ടിലോട്ട് പോയി. ഞാൻ സംസാരിച്ച് പിന്നിലോട്ടായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഇവിടുന്ന് നടന്നാ പോരെ. അവർ മൂത്ത മോളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടാന്നും പറഞ്ഞ് തന്നെ നടന്നു പോകുന്ന മാതാസ്ത്രീ തിരിച്ചങ്ങനെ തന്നെ പോകുന്നുള്ള എനിക്കൊന്ന് കാണണം. ഏത് വഴിയടി? വഴി പണിയാണ്, അങ്ങനെയുള്ള വഴി പണിയാണ്. ഓഹോ, ഓക്കെ. കാണാലോ. ലഫി മിണ്ടില്ല എന്നെ അടുത്ത്. അയ്യോടൊരു വണ്ടി ഇടിച്ച് ചാളവളായിട്ട് കിടക്കണു. ഓ മൈ ഗാഡ്, വണ്ടി ഇടിച്ച് കിടക്കുന്നു. അയ്യോ ഇതേ ഒറ്റ മൈന പറന്നുപോയി. ഇതായിരിക്കുന്നു ഗൈസ് ഒറ്റ മൈന. ഞാൻ കണ്ടു, നിങ്ങളും കാണണം. അഗെയിൻ ഗൈസ് മൈന. ഞാൻ നേരത്തെ ഒറ്റ മൈനനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ 2 മൈനനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് ആകെ തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇതുവരെ അതായത് ഈ 2 ദിവസത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എന്താണെന്നറിയോ, സംഭവം ചൂടെടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ടെമ്പറേച്ചർ നോക്കാൻ പോയതാണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 13-14 ഒക്കെയാണ് ഏകദേശം. ഫീൽസ് ലൈക്ക് 13 അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും ഭയങ്കര ചൂടൊന്നും പറയാനില്ല. പക്ഷേ ടാൻ ആവുന്നുണ്ട്, നന്നായിട്ട് ടാനും ആവുന്നുണ്ട്. കൊച്ചിനെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് നല്ല അമ്മ കൊച്ചിനെ അങ്ങോട്ട് തിരിച്ചിരുത്തേക്കണം. അവർ സുഖമായിട്ട് വന്നിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അവർ രണ്ടുപേരും സുഖമായിട്ട് അവിടെ വന്നിരുന്നു. എന്നിട്ട് അവനങ്ങോട്ട് തിരിച്ചിരുത്തി. പാവന്റെ എപ്പി പാവുണ്ട് എപ്പി മറിഞ്ഞു വിടാണ്ടിരുന്നാ മതി ഫോൺ. നമ്മളിവിടെ വന്നിരിക്കാൻ വിചാരിച്ചു. എഫിനെ ഞങ്ങൾ റിലീസ് ചെയ്യാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് എഫിനെ തുറന്നു വിട്ടിരിക്കുന്നു അല്ലേ എഫി, അല്ലേ? എവിടെ പോണ
അവനവിടെ അറ്റത്തുണ്ട് കേട്ടോ. എഫിനെ തുറന്നു വിട്ട് എൻ്റെ സന്തോഷത്തിൽ എഫി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണ്. മതിയായി തോന്നുന്നുണ്ട് കേട്ടോ. നീ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണോ? സൈഡിലൊക്കെ പോയിട്ട് കല്യാണ പണങ്ങൾ, നാട്ടിലൊക്കെ കല്യാണ പണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കേ. ഇവിടെ വിട്ടിട്ടില്ലേ, യൂട്യൂബിൽ മാത്രം. ഓക്കെ അമ്മ, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഫസ്റ്റ് ടൈമാണ് എഫീനെ അമ്മ കാണുന്നേ. എന്താ അമ്മയുടെ അഭിപ്രായം എഫീനെ കുറിച്ചിട്ട്? ചക്കര മോനാണ്. പൂപ്പി 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 എത്ര പ്രാവശ്യം പൂപ്പി പൂപ്പി വേറെ പാട്ട് പാടി പൂപ്പി പൂപ്പി കാക്കയുടെ പാട്ട്. കല്ല് 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 കല്ല്. എഫി ബൈ. പാടിയ വേറെ പാട്ട് പാടാറുണ്ടല്ലോ. ആയി ആയിയ അതാ നല്ലത്. ആയി ആയിയ ജോണി ഇപ്പൊ ആയി ആയിക്ക് കിട്ടിയിട്ടുണ്ട്. മുഖത്തൊക്കെ സെർലാക്കിന്റെ പൗഡർ. അമ്മയ്ക്കും കൊടുത്തേഫി, അമ്മയ്ക്കും കൊടുത്തേഫി. Open your mouth. Open your mouth. Oh, Effie, no way. No way, പറഞ്ഞ no way. പണ്ടക്കന്നെ. പിന്നെ പിന്നെ വേണ്ടല്ലോ അമ്മിക്കല്ല്, അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ. അമ്മക്കല്ലേ അമ്മക്കല്ലേ ആ അമ്മിക്കല്ലേ അമ്മിക്കല്ലേ എഫി അമ്മിക്കല്ലേ. ഒന്നുകൂടി പറഞ്ഞ ന്യൂസിലാൻഡിനെ കുറിച്ച് എനിക്ക് ഏറ്റവും പുതിയതും വളരെ വിയേർഡ് ആൻഡ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അറിവാണ് എനിക്ക് ഇവിടെ പറഞ്ഞു തന്നല്ലോ. ഒന്നുകൂടി പറഞ്ഞേ പറയേ. നീ ഇപ്പൊ പറഞ്ഞല്ലേ പറയേ. എന്നാലും വെറുതെ പറയുമ്പോ കാഷ്വൽ ആയിട്ട് പാമ്പിനെ പിടിച്ചോടുത്ത പിയാറടിക്കുന്നു. പാമ്പിനെ പിടിച്ചോടുത്ത പിയാറ് കിട്ടും, പിന്നെ പട്ടി അടിച്ചാലും പിയാറ് കിട്ടും. ഇതറിഞ്ഞിരുന്നെങ്കിൽ നാട്ടിൽ രണ്ട് പാമ്പിനെ കൊണ്ടുവന്നേനെ, ചിക്കുവിനെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഞാൻ വന്നേനെ. ഓടിച്ചിട്ട് അടിക്കണോ? പ്രവോക്ക് ചെയ്യാൻ പട്ടീനെ. നമ്മള് നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കണ്ട പട്ടീനെ. എടാ ഇവിടെ ഒരു ജീവിത പ്രശ്നം സംസാരിക്കണത് നീ കണ്ടില്ലേ? അപ്പൊ അവന് എണ്ണക്കല്ലും മഞ്ഞക്കല്ലും അമ്മിക്കല്ലും പോയേ. നമ്മുടെ ശല്യം കാരണം നമ്മുടെ കൂടെ നടന്നു വന്നിരുന്ന ഒരു അച്ചാച്ചനും ഒരു അമ്മാമ്മയും ഇവിടുത്തെ കിവിക്കാരാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരിവിടെ ഉണ്ടായിരുന്നു. അവർ എണീറ്റ് പോയി തോന്നുന്നുണ്ട്. നമ്മുടെ ഒളിയും ബഹളും ശല്യവും കാരണം കൊണ്ട് അവർ എണീറ്റ് പോയെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇവരാട്ടോ. അവരുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. അവര് ഇവിടുത്താരാട്ടോ. ആ ആന്റി മാത്രം വേറെ സ്ഥലത്താണ്, അങ്കിള് ഇവിടുത്താരനാ. അവർ പേടിച്ചിട്ട് ഓടിപ്പോയി. ന്യൂസിലാൻഡ് ഒരു സ്നേക്ക് ഫ്രീ കൺട്രിയാണ്, അത് എത്ര പേർക്ക് അറിയാം. സംഭവം പറഞ്ഞു വരുമ്പോൾ തൊട്ടടുത്ത് എടുക്കുന്ന സ്ഥലമായിട്ടുള്ള, തൊട്ടടുത്ത് പറഞ്ഞാൽ ഏകദേശം അടുത്ത് വരുന്ന സ്ഥലമായിട്ടുള്ള ഓസ്ട്രേലിയ അത്യാവശ്യം നല്ല രീതിയിൽ, വേൾഡിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്നേക്കും കാര്യങ്ങളും
അപ്പോൾ വേൾഡിലെ തന്നെ ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള സ്നേക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ. പറഞ്ഞു വരുമ്പോൾ അടുത്ത് തന്നെയായിട്ടാണ് ന്യൂസിലൻഡ് വരുന്നത്. പക്ഷേ ന്യൂസിലൻഡ് ഒരു സ്നേക്ക് ഫ്രീ കൺട്രി ആണ്. എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ അടുത്തൊരു എനിക്കൊരു സംഭവം അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്താണ് അറിഞ്ഞത്. അതിൻ്റെ ഒരു എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ടിങ്കു കുറച്ച് നേരത്തിരുന്ന് പറഞ്ഞിരുന്നത്. ഇവിടുന്ന് ഒരു പാമ്പിനെ പിടിച്ചു കൊടുത്തേ നമുക്ക് PR അടിക്കുന്നുണ്ട്. പിന്നെ ഒരു പാമ്പിനെ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളൊരു പാമ്പിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേനെ അല്ലേ. എന്താ ചെയ്യുക, ഒന്നെങ്കിൽ പാമ്പിനെ പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പട്ടി കടിക്കണം. ഈ റോട്ടിൽ കൂടെ പോകണം ഏതിലൊരു പട്ടി കടിക്കണം, അതും ഓടിച്ചിട്ട് കടിക്കണം അത്ര. എങ്ങനെ പൂവൊക്കെ പറിച്ചു വരുന്നുണ്ട്. പൂവൊക്കെ നടന്ന് പറിച്ചോണ്ടിരിക്കുക. തനി മലയാളികളുടെ സ്വഭാവം കാണിച്ചോണ്ടിരിക്കുകയാണ് അവള്. അയ്യേ അയ്യേ എഫി ചെളിയില് പോയാ. രണ്ടെണ്ണം ചെളിയില്. ഷൂസിന് ചെളി അതിന്റെ കരച്ചിലാട്ടാ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാ ആവശ്യം ഉണ്ടായിരുന്ന ഓഷോ ആ സോക്സ് ഒരിക്കോ. It's okay. It's okay, Fi. Ugly ആണെന്ന് ഇഷ്ടമല്ല ഫി. അഗ്ലി ആക്കാൻ ഇഷ്ടമായി, കഴിഞ്ഞ ഇഷ്ടമല്ല. കഴിഞ്ഞോ? നല്ല രസമില്ലേ പൂ കാണാനായിട്ട്. പോവാം. അപ്പൊ ഞങ്ങള് നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോട്ടെ. ഇവിടുത്തെ മാവോരി ആൾക്കാര് ഇങ്ങനെ പൂട്ടിട്ട് നടക്കാം. ഇവിടുത്തെ മാവൂര് ടീംസില്ലേ മാവൂരി. പറഞ്ഞ പറഞ്ഞ എന്താടങ്ങണ്ട അപ്പൊ ഫസ്റ്റ് ഡേ നമ്മളെ ന്യൂസിലാൻഡ് കഴിഞ്ഞു. സെക്കൻഡ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേയിലത്തെ നമ്മുടെ ചെറിയൊരു പുറത്തേക്ക് പോക്കാണ് നിങ്ങൾ കാണുന്നത്. ഇനി വരും ദിവസങ്ങളിൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നന്നായി ഷർട്ട് എന്തായാലും പൂമ്പോടെ വെച്ചിട്ട് വെക്കോ. ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പുറത്താണ് ഇവര് കയറിപ്പെടേണ്ട അപ്പുറത്താണ് നമ്മുടെ വീട് വരുന്നത്. ന്യൂസിലാൻഡിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് രാത്രി വന്നിട്ട് കണ്ട സാധനമാണ് വാഴക്കൊല. നമ്മുടെ സ്വന്തം വാഴക്കൊല. ഇത് എന്ത് പഴ ടിങ്കു അറിയില്ല. നമ്മുടെ വീട്ടിൽ തല്ലാട്ടോ ഇത്, വേറെ ഏതോ വീട്ടിലെത്തിയാ. പക്ഷെ അടിപൊളി വാഴക്കൊല.